അപ്പോൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴേ നമ്മുടെ പുറകിൽ നിന്ന് കുത്താനും അതുപോലെ തന്നെ നമ്മളെ ടോട്ടലി മെൻ്റലി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. ഇവരെയൊക്കെ നിങ്ങൾ ആദ്യം എടുത്ത് മാറ്റി അങ്ങെറിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോയൊരു ജീവിതം ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾ താഴെ എഴയുന്ന അവരുടെ കൂടെ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും പറന്നു പോകാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ. നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അപ്പോൾ നമ്മളെ തന്നെ നോക്കി ഒന്ന് ചിരിക്കുക. നമ്മളെ രാവിലത്തെ ആ ഒരു പുഞ്ചിരിയിൽ നിന്നാവട്ടെ നമ്മുടെ നല്ലൊരു ദിവസം തുടങ്ങുന്നത്, അല്ലേ? നമ്മൾ കണ്ണാടിയിൽ ചെന്ന് നോക്കിയിട്ട് നമ്മളെ തന്നെ നോക്കി ഒന്ന് നന്നായിട്ട് ചിരിക്കുമ്പോൾ അതും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് തുറന്നു വേണം നമ്മൾ ചിരിക്കാൻ. അപ്പോൾ തന്നെ നമ്മളൊന്ന് പോസിറ്റീവ് വൈബിലാകും, അല്ലേ? എന്നിട്ട് നമ്മൾ ദീർഘമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ശ്വാസം എടുത്ത് വിടുക. ഒരു മൂക്കിലൂടെ നമ്മൾ ശ്വാസം വിടുക. അല്ലെങ്കിൽ നമുക്ക് ടെറസോ ഓപ്പൺ ഏരിയാസോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ചെന്ന് നന്നായിട്ട് ആ ഒരു ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ആ രാവിലത്തെ ഒരു ഓക്സിജനൊക്കെ നന്നായിട്ട് നമ്മുടെ ബ്രെയിനിലോട്ടൊന്ന് ഫീഡ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് വൈബിലാവും. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ആ കാര്യമില്ലേ, അതായത് ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ഈ ജീവിതം മടുത്തു, അതിൽ നിന്നൊക്കെ നമ്മളങ്ങ് മാറും, അല്ലേ? കാരണം ആരെങ്കിലും നിന്നുമൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുക്കളിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയിൽ നിന്നെങ്കിലും നിങ്ങൾ ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതം മടുക്കുന്നത്? എന്താണ് നമ്മൾ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു നിസ്സാര കാര്യങ്ങളിൽ അങ്ങനെ അവസാനിപ്പിക്കാവുന്നതാണോ നമ്മുടെ ജീവിതം? ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കല്ലേ ജീവിതം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്തുകയാണ്, അല്ലേ? എല്ലാ സമയത്തും എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നവരാണോ എല്ലാവരും? എല്ലാവർക്കും ഒരു ഭാഗത്തൂടെ ഏതെങ്കിലും ഒരു തരത്തിൽ ദുഃഖം ഉണ്ടാവും, അല്ലേ? നമ്മൾ വലിയ വലിയ പണക്കാരെയും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരെയും നല്ല ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും അങ്ങ് എത്തുന്നില്ല. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു പരസ്യം നമ്മൾ കണ്ടിട്ടില്ലേ? കാർ ഓടിച്ച് പോകുന്ന ഒരാളെ നോക്കി നിൽക്കുന്ന സ്കൂട്ടറിൽ വരുന്ന ഒരാൾ, അതുപോലെ തന്നെ സ്കൂട്ടറിൽ പോകുന്ന ആളെ നോക്കി നിൽക്കുന്ന സൈക്കിൾ ഓടിച്ച് വരുന്ന ഒരാൾ, അതുപോലെ തന്നെ സൈക്കിൾ ഓടിച്ച് പോകുന്ന ആളെ നോക്കി നിൽക്കുന്ന നടന്നു വരുന്ന ഒരാൾ. ഈ നടന്നു പോകുന്ന ആളെ വളരെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന കയ്യും കാലും ഇല്ലാത്തൊരാൾ, അല്ലേ? അവിടെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾക്ക് ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. ഈ കഴിവുകളെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറ്റി തരണം ചെയ്ത് വിജയം എന്നുദ്ദേശിക്കുന്നത് മനസ്സമാധാനമായിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. നമ്മൾ ഈ ചുറ്റും കാണുന്ന ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന എല്ലാവരിലും ഈ ഒരു സമാധാനം അല്ലെങ്കിൽ ഈ ഒരു മനസ്സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അതൊരു പരാജയമായിട്ട് കാണേണ്ട കാര്യമില്ല. പരാജയങ്ങൾ വാരിക്കൂട്ടുന്നവരാണ് വലിയൊരു സക്സസ്സിലോട്ട് പോകുന്നത്, അല്ലേ? ഞാൻ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്, അല്ല, എനിക്ക് മുന്നേറാനുള്ള, എനിക്ക് അടുത്ത ഒന്നുകൂടെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ളൊരു എനർജിയാണ് നമ്മൾക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെ വേണം നമ്മൾ കരുതാൻ. ഏതൊരു നെഗറ്റീവ് തിങ്കിങ്ങിനെയും നെഗറ്റീവ് തോട്ടിനെയും നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ ജനിച്ച സാഹചര്യവും വളരുന്ന സാഹചര്യവും എല്ലാം വ്യത്യസ്തമായിരിക്കും, അല്ലേ? പലരിൽ നിന്ന്. നമ്മൾക്കിപ്പോൾ നമ്മുടെ വീടിന് ചുറ്റുമുള്ളവരെ തന്നെ നോക്കിയാൽ നമ്മൾക്കതൊക്കെ കാണാൻ സാധിക്കും. എന്തിന്? നമ്മൾക്കുള്ള കഴിവുകൾ, അല്ലേ? നമ്മൾക്ക് കേൾക്കാനും കാണാനും കഴിക്കാനും കൈ ചലിപ്പിക്കാനും
എല്ലാം നമ്മൾക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം ഇവരൊക്കെ എന്ത് ചെയ്യും? കാലില്ലാത്ത ആളുകൾ അവരുടേതായ രീതിയിൽ ജീവിച്ചു മുന്നോട്ട് പോകുന്നില്ലേ? കണ്ണില്ലാത്തവർ ജീവിക്കുന്നില്ലേ? ചെവിയില്ലാത്തവർ ജീവിക്കുന്നില്ലേ? കാഴ്ചശക്തി ഇല്ലാത്തവർ ജീവിക്കുന്നില്ലേ? കാഴ്ചശക്തി ഇല്ലാത്തവർ ഈ ലോകം തന്നെ കീഴടക്കി പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ? ഇതൊന്നും നമ്മൾക്ക് ബാധകമല്ല അല്ലേ? ഇത്രയും കഴിവുകളൊക്കെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടും എനിക്കിതൊന്നും എന്നെക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛമാണ് തോന്നേണ്ടത് അല്ലേ? കാരണം ഇത്രയും കഴിവുണ്ടായിട്ടും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് എനിക്കൊരു സക്സസ്സിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്, അതൊക്കെ നിങ്ങളെടുത്ത് മാറ്റി വയ്ക്കുക. ഇന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നു, നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു, നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ജീവിതത്തിൽ അപ്പോൾ നമ്മളെ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നത് മറ്റൊരാളുടെ ജീവിതം നോക്കി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ താരതമ്യം ചെയ്യുന്ന ആ ഒരു സമയത്താണ്. അവരെ പോലെ എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഏതെങ്കിലും സീനിയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവരുടെ കയ്യിൽ നിന്നോ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന ചീത്തകളോ അങ്ങനെയൊക്കെ അതിനെയൊക്കെയാണ് നമ്മൾ മെയിൻ കൺസിഡറേഷൻ കൊടുത്തിട്ട് എനിക്ക് മടുത്തു, എന്നെക്കൊണ്ട് പറ്റില്ല ഈ ജോലിയൊന്നും ചെയ്യാൻ, എനിക്ക് വയ്യ. ഇതൊക്കെയാണ് നമ്മളെ പരാജയത്തിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലോട്ടൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഏതൊരു പ്രതിസന്ധിയിലും ഞാൻ സക്സസ്ഫുൾ ആണ് എന്ന് എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിച്ച് ഞാൻ നിലനിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അല്ലെങ്കിൽ എനിക്ക് കൊട്ടാരം പോലത്തെ വീടും ഓടിക്കാറും അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളും പറന്നു നടക്കാനുള്ള ചിറകുകളും ഇതൊന്നുമല്ല. ഞാൻ മനസ്സമാധാനമായിട്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തൃപ്തിയോടെ ചെയ്ത് മനസ്സമാധാനമായിട്ട് ഞാൻ ഉറങ്ങുന്നുണ്ടോ, അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊന്നുമില്ല, എനിക്കൊരു കഴിവുമില്ല, എൻ്റെ കഴിവുകളൊന്നും നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ കഴിവുകളൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഓടാനുള്ള കഴിവില്ലേ? നിങ്ങൾക്ക് കണ്ടുകൊണ്ടെല്ലാം ചെയ്യാനുള്ള കഴിവില്ലേ? ഏത് ഭാഗത്തുനിന്നും ഒരു ശബ്ദം കേട്ടാൽ അത് കേൾക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കഴിവുകളെ കെട്ടവരായിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ആളുകളോട്ട് നമ്മളെ കൺസിഡർ ചെയ്യാം അല്ലേ? അവരെക്കാൾ എന്തുകൊണ്ട് നമ്മൾ മെച്ചമാണ്, നമ്മൾക്ക് പല കാര്യങ്ങളും ഈ ലോകത്ത് ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് എപ്പോഴും നമ്മൾ മാറ്റിവെക്കുക. എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യതയോടെ തന്നെ ചെയ്തെടുക്കുക. കൃത്യമായ ഒരു ചിട്ടയായൊരു ജീവിതത്തിലൂടെ, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും ജീവിതത്തിൽ പലതരത്തിലെ പ്രശ്നങ്ങൾ കാണും. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ പരിഹരിക്കണം. ഇതൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മളിത് കൊണ്ട് നടക്കരുത്. ഇന്നൊരു പ്രശ്നം ഉണ്ടായി, അതവിടെ കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്ത്രീകൾ എപ്പോഴും ഒരു റിവെഞ്ച് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അപ്പം ഇന്ന് നിങ്ങളൊരു കാര്യം പറഞ്ഞോ, അതെന്നും അവരുടെ മനസ്സിൽ കാണും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളവരെ ബുദ്ധിമുട്ടിച്ചോ, അതെന്നും സ്ത്രീകളുടെ മനസ്സിൽ കാണും. അപ്പോൾ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ മനസ്സിലും കാണും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് അന്നത്തെ ദിവസത്തെ ഒരു ദിവസം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ടും എൻഗേജ്ഡ് ആവുക. അപ്പോൾ ജീവിതത്തിൽ മുന്നേറാനായിട്ട്, ഒരു വിജയം കണ്ടെത്താനായിട്ട് നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുക. എന്തൊക്കെ കഴിവുകളാണ് നമ്മൾക്ക് ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ദർ ഈസ് നോ പെയിൻ, ദർ ഈസ് നോ ഗെയിൻ. ഒരു വേദനയില്ലാതെ നമ്മൾക്കൊന്നും കിട്ടൂല അല്ലേ? ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒന്നും നേടിയെടുക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അപ്പോൾ ദൈവം തന്ന ഈ ഒരു ജീവിതത്തെ നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ വീണാലും വീണ്ടും വീണ്ടും വീണെടുത്ത് നിന്ന് നമ്മൾ ഇറങ്ങി ഓടണം. അപ്പോൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴേ നമ്മുടെ പുറയിൽ നിന്ന് കുത്താനും അതുപോലെ തന്നെ നമ്മളെ ടോട്ടലി മെൻ്റലി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. ഇവരെയൊക്കെ നിങ്ങൾ ആദ്യം എടുത്ത് അങ്ങെറിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോയൊരു ജീവിതം ഉണ്ടാവുള്ളൂ അല്ലേ?
നമ്മൾ താഴെ എഴയുന്ന അവരുടെ കൂടെ തന്നെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും പറന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മാറ്റിവെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഒറ്റയ്ക്കാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം നമ്മൾ മനസ്സിലെപ്പോഴും സംഭരിച്ച് വെക്കുക. നമ്മൾ ചെയ്യുന്ന എന്തിലും, അതായത് ഇപ്പോൾ ഒരു നെഗറ്റീവ് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ചെയ്യുന്ന അതിൽ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. മുന്നോട്ടിനി എന്താണ്, നമ്മൾ പതറാതിരിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് പോയാൽ ഇല്ല, എനിക്കതിൽ മറ്റൊരു വഴിയിലോട്ട് ഞാൻ പോകുന്നില്ല, എനിക്കിനി മുന്നോട്ട് എന്താണ് എന്നുള്ളത് വേണം ചിന്തിക്കാനായിട്ട്. ശരിയാണ്, നമ്മൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റാൻ തുടങ്ങും. അപ്പോൾ അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ട് വേണം ബുദ്ധിയോടെ, നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് കൃത്യമായി ഉപയോഗിച്ച് കൃത്യമായ കണക്ക് കൂട്ടലുകളോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഞാൻ നേരത്തെയും പറഞ്ഞു, സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് വലിയ പണക്കാരാകുക അല്ലെങ്കിൽ വലിയ നിലയിൽ ജീവിക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക, എന്തിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റുക, നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക. ഈ ഒരു ചെറിയ ജീവിതത്തിൽ അതൊക്കെയാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കുള്ളത് എന്താണോ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം മറ്റുള്ളവരുടെ വലിയൊരു ജീവിതത്തിലോട്ട് നോക്കാതെ എനിക്കെന്താണോ ഉള്ളത്, എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഞാനൊരു സന്തോഷം എപ്പോഴും കണ്ടെത്തണം. ഇത് നമ്മൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനും സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് നമ്മളെ മുന്നോട്ട് നയിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഹാപ്പിനെസ്സിനെ നമ്മൾ കണ്ടെത്തുക, ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അതുപോലെ നമ്മൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന കാര്യങ്ങൾ നമ്മുടെ തോട്ട്സിനും നമ്മുടെ ഐഡിയയ്ക്കും ഒന്നും എല്ലാവരും ചിലപ്പോൾ അംഗീകാരം തരണം എന്നില്ല. പക്ഷേ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ടെത്താൻ ഇത്തരം ഒരുപാട് പേരുടെ അഡ്വൈസുകളും അല്ലെങ്കിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കാതെ അവരെ അങ്ങ് ആ വഴിക്ക് വിട്ടേക്കുക. നമ്മൾക്ക് നമ്മുടെ കൃത്യമായ ലക്ഷ്യത്തിലോട്ട് പോകാനുള്ള വഴികൾ നമ്മൾ തനിയെ കണ്ടെത്തുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. അതുപോലെ തന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കൂട്ടലുകൾ നമ്മൾക്ക് ആവശ്യമാണ്. നമ്മൾക്ക് മുന്നോട്ടുള്ള വഴികൾ, അതിനുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചുറ്റുമുള്ള ഈ ഒരാളുകളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എല്ലാവരെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി തന്നെ ഒരടുക്കും ചിട്ടയോടെ തന്നെ നമ്മൾ മൈൻഡിൽ വെച്ചേക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു കൃത്യത വരുത്തുക. ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള സങ്കടങ്ങളെ മാത്രം ഓർത്തിരിക്കാതെ നമുക്ക് ചുറ്റുമുള്ള സന്തോഷം കണ്ടെത്താനും നമുക്ക് ചുറ്റുമുള്ളതിൽ തന്നെ നമ്മുടെ സന്തോഷങ്ങളെല്ലാനും നോക്കിക്കാണാനും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, മനസ്സിൽ ചീത്ത ചിന്തകളൊന്നും വേണ്ട, എല്ലാവരും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക, നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.